ഇടുക്കി മൂലമറ്റത്ത് തേക്കിൻ കൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കൊലക്കേസ് പ്രതി മേലുകാവ് സ്വദേശിയായ സാജൻ സാമുവലാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഒരാളെ കാഞ്ഞാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാവിലെയാണ് മൂലമറ്റം KCB കോളനിക്ക് സമീപം തേക്കിൻകൂപ്പിലെ കുറ്റിക്കാട്ടിൽ നിന്ന് പായയിൽ പൊതിഞ്ഞ നിലയിൽ ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം ഗുണ്ടാ നേതാവും കൊലക്കേസ് പ്രതിയുമായ മേലുകാവ് സ്വദേശി സാജൻ സാമുവലിന്റേതെന്ന് സ്ഥിരീകരിച്ചത്. ഇയാളുടെ മരണം കൊലപാതകമെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. കൊല്ലപ്പെട്ട സാജന്റെ കഴുത്തിലും തലയിലും ഗുരുതര മുറിവുകളുണ്ട്. ഇടതു കൈ വെട്ടിമാറ്റിയ നിലയിലായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ 8 അംഗ സംഘമാണെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള മൂലമറ്റം സ്വദേശി ഷാരോൺ ബേബി എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ ഓട്ടോറിക്ഷ ഡ്രൈവർ നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കേടായ പന്നിമാംസം എന്ന് പറഞ്ഞാണ് മേലുകാവ് എരുമപ്രയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള മൂലമറ്റത്തെ തേക്കിൻകൂപ്പിലേക്ക് ഓട്ടോറിക്ഷയിൽ മൃതദേഹം എത്തിച്ചത്. സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർ പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പ്രതികളായ കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ജനുവരി 29-ാം തീയതി മുതലാണ് സാജൻ സാമുവലിനെ കാണാതായത്. സാജൻ പ്രതിയായ കൊലക്കേസുമായി ബന്ധമുള്ളവരാണ് ഇയാളെ വകവരുത്തിയതെന്നാണ് സൂചന. ജനം, ഇടുക്കി.